Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ NCERT-നെ കുറിച്ച്, NCERT-ന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന NCERT ക്രാഷ് കോഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം NCERT എന്ന് പറയുന്നത് UPSC പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നമുക്ക് എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യവുമായിട്ടും ചില സമയത്ത് UPSC-യിൽ നേരിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് NCERT എന്ന് പറയുന്നത്. അപ്പോൾ NCERT നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളത്, കവർ ചെയ്യുക എന്നുള്ളത് പ്രിപ്പറേഷൻ വിജയിക്കാൻ, സക്സസ് ആവാൻ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം നമുക്ക് NCERT പലപ്പോഴും സെൽഫായിട്ട് നിങ്ങൾ വായിക്കുന്നുണ്ടാകും, കുറച്ച് വായിച്ച് കംപ്ലീറ്റ് ആവാത്ത അവസ്ഥ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ എങ്ങനെയാണ് NCERT വായിക്കേണ്ടത്, അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഒരു NCERT ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. NCERT ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് 6th to +2 വരെയുള്ള കംപ്ലീറ്റ് NCERT കവർ ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. ഓരോ NCERT വലിപ്പം അനുസരിച്ച് ക്ലാസ്സുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞു നിൽക്കും. ഒരു 2, 3, 4 ക്ലാസ് കൊണ്ട് ഓരോ സബ്ജക്റ്റും, ഓരോ NCERT 6th to +2 വരെ ഓരോ ക്ലാസ്സിലെയും NCERT കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് പ്രോഗ്രാം പോകുന്നത്. സൂമിലൂടെയാണ്, ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇരുന്ന് കാണാൻ പറ്റും. വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള മോർണിംഗ് ഈവനിങ് ആയിട്ടൊക്കെയാണ് ക്ലാസ്സിന്റെ ടൈമിംഗ് വരുന്നത്. ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്, പ്ലസ് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലും അതെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ കംപ്ലീറ്റ് NCERT അതിന്റെ ഷോർട്ട് മെറ്റീരിയൽ, ഇപ്പം നമുക്ക് NCERT റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അപ്പോൾ സെയിം ബുക്ക് എടുത്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് ഇപ്പോൾ 100 പേജുള്ള NCERT നിങ്ങൾക്ക് ഒരു 10 പേജായിട്ട് ഷോർട്ട് നോട്ട്സ് ആയിട്ട് കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കവർ ചെയ്യാനും വായിക്കാനും പറ്റും. പ്ലസ് അതിന്റെ കൂടെയുള്ള പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ്, മെയിൻസ് ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള NCERT ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ബാച്ചാണ് ഇപ്പോൾ 2024 ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, 25-24 ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുതിയ ക്ലാസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളും നടക്കുന്ന NCERT ക്ലാസ്സുകളുണ്ട്. പുതിയ ബാച്ച് ഇപ്പോൾ തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിന്റെ ഫീസ് വരുന്നത് 5,000 ആണെങ്കിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 10 വിദ്യാർത്ഥികൾക്ക് 1999 രൂപയാണ് വരുന്നത് സ്പെഷ്യൽ ഓഫറിൽ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഓഫറിൽ കിട്ടണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. NCERT-യുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഞാൻ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നമുക്കറിയാം UPSC പ്രിപ്പറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ സബ്ജക്ട്സ് ഒക്കെ പല സമയത്തും പല ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചില സമയത്ത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, വീണ്ടും പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, പ്രശ്നമൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ഏറ്റവും സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് NCERT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NCERT എന്ന് പറയുന്നത് ബേസിക്സ് ആണ്, എല്ലാ സബ്ജക്റ്റിന്റെയും ബേസിക്സ് ആണ്. കാരണം 6th മുതൽ NCERT വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സബ്ജക്റ്റ് അതിന്റെ ഡെപ്തിലോട്ട് നമുക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അതേസമയം നേരിട്ട് നിങ്ങൾ മെയിൻ ബുക്ക് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി എക്കോണമി, അതുപോലെ തന്നെ ജോഗ്രഫിയിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും. മറ്റുള്ളതിലൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാക്റ്റുകൾ ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT നിർബന്ധമായിട്ട് വായിക്കേണ്ട NCERT എന്ന് പറയുന്നത് 6th to +2 വരെയുള്ള ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി, പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ സൊസൈറ്റി, പിന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സും ആണ് നിർബന്ധമായിട്ട് വായിക്കേണ്ടത്. അത്തരം ബുക്കുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഭാഗമായിട്ട്, കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവാം, കവർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾ നോട്ട്സ്, ഇപ്പം NCERT എന്ന് പറയുന്ന ഒറ്റ വായന വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്ന മറ്റു കാര്യം എന്ന് പറയുന്നത് ഒരു 2-3 റീഡിങ് ഓരോ NCERT ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. പ്ലസ് അതിന് കൂടെ നോട്ട്സ് ഉണ്ടാക്കുക, വളരെ ഷോർട്ടായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. പിന്നീട് നോട്ട്സ് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, വായിച്ചു നോക്കിയാലും മതി. പിന്നെ അതിന്റെ എന്ന് പറയുന്ന ആൻസർ റൈറ്റിംഗ്, മോഡൽ ക്വസ്റ്റ്യൻസ്, ഇപ്പം NCERT-ന്ന് ഡയറക്റ്റ് ആയി വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ചെയ്ത് നോക്കണം. അത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെൽഫായിട്ടാണ് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ നിർബന്ധമായിട്ട് ഞാൻ കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, റിവിഷൻ ചെയ്യുക, നോട്ട്സ് റെഡിയാക്കുക, പിന്നെ എന്നിട്ട് അതിന്റെ പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ്, മെയിൻസും പ്രിലിംസും ഒക്കെ അതുമായി റിലേറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കുക. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ NCERT ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനും ക്ലിയർ ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സബ്ജക്ട് നമുക്ക് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എത്ര ഡെപ്തിലോട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. അപ്പോൾ NCERT ഒരിക്കലും കറണ്ട് അഫയേഴ്സ് പറയുന്ന പോലെ തന്നെ UPSC പ്രിപ്പറേഷനിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് NCERT. ഏതൊക്കെ NCERT വായിക്കണം എന്നുള്ള ലിസ്റ്റുകളൊക്കെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം, അതൊക്കെ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, ഞാൻ അതിൽ NCERT ലിസ്റ്റ് നിർബന്ധമായിട്ട് വായിക്കേണ്ട ലിസ്റ്റുകൾ അതിൽ ഇടുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ NCERT നല്ല രീതിയിൽ കവർ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ NCERT ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് വളരെ കുറച്ച് ചുരുങ്ങിയ ഫീസേ ഉള്ളൂ. കംപ്ലീറ്റ് NCERT ഡെപ്തിൽ
പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വിത്ത് ടെസ്റ്റുകൾ എഴുതി ആൻസർ പ്രിലിംസും മെയിൻസിൻ്റെയും ടെസ്റ്റുകൾ എഴുതി നോക്കി പഠിക്കണം വിത്ത് മെറ്റീരിയൽ വിത്ത് റെക്കോർഡ് ക്ലാസ് ഇൻട്രാക്റ്റീവ് ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ മെൻറ്ററിങ്ങും നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക ഇവരുടെ നമ്പറുമായിട്ടും കൊണ്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ NCERT നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുക. എല്ലാവർക്കും ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോവുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും